ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ തൃശ്ശൂർ പോവുകയാണ്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. പിന്നെ തൃശ്ശൂരിൽ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചെസ് ടൂർണമെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് അതിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ രാത്രി ഒരു ഓട്ടോയൊക്കെ വിളിച്ച് മീനങ്ങാടിയിലേക്ക് പോയി കേട്ടോ. അങ്ങനെ മീനങ്ങാടി എത്തി. 9:45 10 മണീൻ്റെ ഉള്ളിലാണ് ബസ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ആ പേരുള്ള 2 ബസ് ഉണ്ടായിരുന്നു കേട്ടോ. പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞങ്ങൾക്കൊരു അമളി പറ്റി. അമളി എന്നല്ല, ഫസ്റ്റ് അതേ ബസ് പോയപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞത് എത്തുന്നേ ഉള്ളൂ, ബാക്കിൽ ബസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത് അതേ പേരുള്ള ബസ് പോയത് കണ്ടപ്പം ഞങ്ങൾ വിളിച്ചു ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇല്ല, വരുന്നേ ഉള്ളൂ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ കുറച്ച് മുന്നിലെത്തിയിട്ടുണ്ട്, അറിയാതെ വിട്ടുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇനി എത്തണമല്ലോ. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു. ആകെ അവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോ വിളിച്ചു. അപ്പോൾ 2 പ്രാവശ്യം പോകാനുള്ള ടൈമും ഇല്ല, ആകെ കുടുങ്ങി. പിന്നെ അയാളുടെ കാല് പിടിച്ച് നോക്കി എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ കയറ്റി. അവിടം വരെ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ നടക്കുമ്പോൾ ഒരുപാട് ദൂരം തോന്നുമല്ലോ, വണ്ടിയിലാകുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അങ്ങനെ ഓടി ആ ബസ്സിൻ്റെ അടുത്ത് എത്താനായിട്ടോ ബസ്. പക്ഷേ ഞങ്ങൾക്ക് ബസ് എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ആ ഓട്ടോക്കാരൻ രണ്ടാമത് വന്ന് ഞങ്ങൾ കൂട്ടിയിട്ട് പോയി. അപ്പോഴേക്കും തൊട്ടടുത്ത് തന്നെ ബസ് ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ 60 രൂപ ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നടക്കാനേ ഉള്ളൂ. അത്രയും ദൂരം ഞങ്ങൾ ഓടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു. എന്തായാലും നമ്മൾ കൂട്ടായിട്ട് പോയതല്ലേ. അപ്പോൾ ബസ്സും കുറച്ച് നേരം വൈകിയാൽ മതിയായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ സമയം അങ്ങനെ പോവുമല്ലോ, അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാതെ പൈസ കൊടുത്തു കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് 4 മണിയൊക്കെ ആകാനായപ്പം ഞങ്ങൾ തൃശ്ശൂരിലെത്തി. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ ചിന്മയ സ്കൂളിലാണ് നമ്മുടെ ചെസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ LKG സെക്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നമ്മുടെ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല AC ആണ്. പക്ഷേ നമ്മുടെ വയനാട്ടുകാർക്ക് അവിടുത്തെ ചൂട് താങ്ങാൻ പറ്റില്ല, നല്ല ചൂടായിരുന്നു. ശനിയാഴ്ച നൈനികേൻ്റെ ചെസ് മത്സരമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നല്ല റേറ്റിംഗുള്ള കുട്ടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്നാലും അവർക്ക് പറ്റുന്ന പോലെ പിടിച്ചു നിന്നു. 7-ൽ 3.5 പോയിൻ്റ് ആയിരുന്നു കേട്ടോ നൈനികയ്ക്ക്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി. അവിടം വരെ വന്നിട്ട് നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ എന്താ പറയുക, ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാനും മക്കളും ഏട്ടനും കേട്ടോ പോയിരുന്നേ. തലേ ദിവസം ഏട്ടനും തക്കുടും പോയിരുന്നു, നൈനും പോയില്ല. അങ്ങനെ തൊഴുത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ലോട്ടറിക്കാരൻ എന്നോട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെയാ, ചൂരൽമലേൻ്റെ അടുത്താണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ അടുത്തുള്ള ദേവി അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അമ്പലത്തിൽ മുണ്ടെടുത്ത് കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ദൂരയാത്രയിൽ അങ്ങനെ മുണ്ട് യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് തൊഴുതിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. ഇതിപ്പം പിറ്റേ ദിവസത്തെ വീഡിയോ. ഇത് ഇന്ന് തക്കുടുവിൻ്റെ, അതായത് ഞായറാഴ്ച തക്കുടുവിൻ്റെ ടൂർണമെൻ്റ് ആയിരുന്നു. എന്താ പറയുക, അവിടുത്തെ ആ അമ്മേനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഫുൾ വീഡിയോ എടുക്കലായിരുന്നു പരിപാടി. നല്ല എന്താ പറയുക, എന്തായാലും കുട്ടികളെക്കാളും വലിയവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും. കുട്ടികളെക്കാളും നല്ല കുട്ടികൾ, അതുപോലെ തന്നെ വലിയവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഈ ട്രെയിനിൻ്റെ വീഡിയോ എടുത്തത് ഇടാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ എടുത്തത് എന്തെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു ഞാൻ. പക്ഷേ ആ ത്രില്ലൊക്കെ
എൻ്റെ കയ്യിൽ നിന്ന് പോയത് എന്താ പറയുക, കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയും. കാരണം 5:30 5:45 ആയപ്പോഴാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. പക്ഷേ അവിടെ നിന്ന് എത്തിയപ്പോൾ പറഞ്ഞു 6:30 6:45 7 മണിയാകുമ്പോഴാണ് ട്രെയിൻ വരികയെന്ന്. അങ്ങനെ അതും കാത്തിരുന്നു, കുറേ നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോൾ ട്രെയിൻ വന്നു. ഒന്നാമത് എങ്ങനെ കയറണം, എന്ത് ചെയ്യണം ഒന്നും അറിയാത്തൊരു അവസ്ഥയിലായിരുന്നു, സത്യം പറയാം കേട്ടോ. അങ്ങനെ കയറി. ഇന്നത്തെ അവസ്ഥയൊന്നും പറയണ്ട, 2 മണിക്കൂർ ഞാൻ ആ ട്രെയിനിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ. നല്ല ത്രില്ലും പോയി. അത് കഴിഞ്ഞ് 10 മണിയായപ്പോഴാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയത്. അതിൻ്റെ വിശേഷം പിന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ തൃശ്ശൂർ പോയ വിശേഷം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.